അല്ല, ആ മാഡത്തിൻ്റെ ആ കമൻറ്റിന് ഞാൻ വളരെ നന്ദി പറയുകയാണ്. ഒരു സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞിട്ടും പറയുന്നു ഞാൻ വിജയിച്ചത് ഇത്രയധികം ഒരു ഇത്രയധികം ഒരു അംഗീകാരമുള്ള ശ്രീലേഖ IPS പോലുള്ള ഒരു മാഡം മധുസൂദനൻ നായരുടെ ചെയ്തതിൻ്റെ കഴിഞ്ഞ 5 വർഷം ചെയ്ത ശാസ്ത്രവാടി ചെയ്തതിൻ്റെ ആ ഗുണമാണ് എനിക്ക് ലഭിച്ചതെന്ന് അത് മാഡം പറഞ്ഞെങ്കിൽ ആ മാഡത്തിൻ്റെ മനസ്സിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത്രയും വളരെ ആ ഒരു അംഗീകാരം ഞാൻ നൽകുകയാണ്. എനിക്കൊരു ഒരു ഒരു മോട്ടിവേഷൻ എനിക്ക് നൽകിയെന്നുള്ളതാണ്. എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട്. ശാസ്ത്രമംഗലത്തെ ജനങ്ങൾ നമ്മൾ കഴിഞ്ഞ 2020 CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും 2 മുൻ കൗൺസിലർമാർ നിന്ന അവസരത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. എന്നും യാദൃച്ഛികമായി ഇവിടെ വന്ന് അങ്ങനെ വന്ന് ഇവിടുത്തെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചു. പാങ്ങോട് ചെയ്ത പ്രവൃത്തിയുടെ അതിൻ്റെ ഒരു ഫലമായി ശാസ്ത്രമംഗലം നിവാസികളും എന്നെ വോട്ട് ചെയ്ത് 321 വോട്ടിന് അന്ന് എന്നെ ജയിപ്പിച്ചു. ഒപ്പം തന്നെ ഞാനിവിടെ വാർഡ് നിറഞ്ഞു ജനങ്ങളോടൊപ്പം ചേർന്നു. ഞാൻ എൻ്റെ വീട്ടിൽ കയറുന്നത് തന്നെ വളരെ അപൂർവമായിരുന്നു. കുറച്ച് സമയത്ത് മാത്രമേ കയറാൻ പറ്റൂ. അത്രയധികം ഞാൻ വാർഡിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. കുറവുകളുണ്ട്, എല്ലാം പൂർണ്ണതാണെന്ന് ഞാൻ പറയുന്നില്ല, കുറവുകളുണ്ട്. നമ്മളെ നഗരസഭയുടെ കഴിഞ്ഞ CPM നേതൃത്വം നൽകുന്ന LDF-ൻ്റെ ഭരണ നേതൃത്വം നൽകിയ ഫണ്ടിൻ്റെ അപര്യാപ്തത നിലനിന്നിരുന്നുവെങ്കിൽ തന്നെയും പരമാവധി കാര്യങ്ങൾ എല്ലാ വാർഡുകളും ഏകദേശം 16ഓളം റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ മേഖലകളിലും ഏറെക്കുറെ പണികൾ ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിക്കുകയുണ്ടായി. ജനങ്ങളുടെ എല്ലാ വിഷമങ്ങളിലും ഞാൻ സുഖത്തേക്കാൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഞാൻ പ്രവർത്തിച്ചു. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും എന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും, അതുപോലെ എല്ലാ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാത്ത എല്ലാ ആൾക്കാരും എന്നെ സ്നേഹിച്ചു. അവരുടെ ആ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് 708 വോട്ടിന് ശ്രീലേഖ മാഡം ജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ലായിരുന്നു. പക്ഷേ ഇത്രയധികം ഭൂരിപക്ഷം നൽകിയത് എന്നോടുള്ള സ്നേഹം കൂടെ ഇവിടുത്തെ ശാസ്ത്രമംഗലം നിവാസികൾ ശ്രീലേഖ മാഡത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതാണ് എൻ്റെ സത്യം. അത് മാഡം തന്നെ തുറന്നു പറയുകയുണ്ടായാൽ വളരെ ഞാൻ സംതൃപ്തനാണ്.